നിയമം ലംഘിക്കുന്നതിന് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ ആഹ്വാനം നടത്തിയാലോ? അതും നിയമം നിർമ്മിക്കുന്ന ലോകസഭാ അംഗങ്ങളോട്. ലോക്സഭാ മണ്ഡലം പുനർനിർണയവുമായി കൂട്ടിക്കെട്ടി സർക്കാർ പാർലമെൻറ്റിൽ കൊണ്ടുവന്ന ഒരു ബില്ല്, അതായത് വനിതാ സംവരണ ഭേദഗതി ബില്ല്, അത് ലോക്സഭ വോട്ടിനിടുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഒരു വേലയിറക്കി. ഈ വനിതാ സംവരണ ഭേദഗതി ബില്ലിന് അനുകൂലമായി മനസാക്ഷി വോട്ട് ചെയ്യാൻ അദ്ദേഹം പ്രതിപക്ഷ അംഗങ്ങളോട് ആവശ്യപ്പെട്ടു. പറഞ്ഞല്ലോ, വോട്ടിംഗ് നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് പ്രധാനമന്ത്രി ഇത് ചെയ്യുന്നത്. നമുക്കറിയാം, ലോക്സഭയിൽ ആ ബില്ല് വോട്ടിനിടുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന്. പ്രതിപക്ഷം ഒന്നടങ്കം അതിനെ എതിർത്ത് തോൽപ്പിക്കാൻ സജ്ജരായിട്ട് നിൽക്കുകയാണ്. അവരുടെ അംഗങ്ങളോടെല്ലാം സഭയിൽ ഹാജരായി ഈ ബില്ലിനെതിരെ വോട്ട് ചെയ്യണമെന്ന് ഓരോ പാർട്ടികളും, കോൺഗ്രസ് അടക്കം, ഇടതുപക്ഷ കക്ഷികളടക്കം, തൃണമൂൽ കോൺഗ്രസ് അടക്കം, സമാജ്വാദി പാർട്ടി അടക്കം എല്ലാ പാർട്ടികളും, എല്ലാ പ്രതിപക്ഷ കക്ഷികളും, ഇന്ത്യ സഖ്യത്തിലെ എല്ലാ ഘടക കക്ഷികളും ആ തീരുമാനമെടുത്ത് നിൽക്കുകയാണ്. അവരെല്ലാവരും ഈ ബില്ലിനെ എതിർത്താൽ 3-2 ഭൂരിപക്ഷം നേടിയത് പാസ്സാക്കാൻ സാധിക്കില്ല എന്ന് മോദിക്കറിയാം, BJP സർക്കാരിനറിയാം. കാരണം ഇതൊരു ഭരണഘടനാ ഭേദഗതി ബില്ലാണ്. അത് പാസ്സാകണമെങ്കിൽ 3-2 ഭൂരിപക്ഷം വേണം. അതിനുള്ള അംഗസംഖ്യ BJP സർക്കാരിന് ഇപ്പോൾ ലോക്സഭയിലില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. മാത്രമല്ല, ഓരോ പാർട്ടികളും 3 ലൈൻ വിപ്പ് അവരുടെ അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. 3 ലൈൻ വിപ്പ് എന്ന് പറഞ്ഞാൽ ആ പാർട്ടിയിലെ എല്ലാ അംഗങ്ങളും യഥാസമയം സഭയിൽ ഹാജരായി പാർട്ടി നിർദ്ദേശിച്ചതനുസരിച്ച് ആ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്യണമെന്ന് നിർദ്ദേശിക്കുന്നതാണ് ഈ 3 ലൈൻ വിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അംഗം അതിനെതിരായിട്ട് അല്ലെങ്കിൽ സർക്കാരിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുകയാണെങ്കിൽ ആ അംഗം കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരും. ആ മെമ്പറുടെ അംഗത്വം, ലോക്സഭയിലെ അംഗത്വം ഇല്ലാതാകും, റദ്ദാവും. അതാണ് നമ്മുടെ നിയമം. ഈ ഒരു സാഹചര്യം നിലവിൽ നിൽക്കുമ്പോഴാണ് സോഷ്യൽ മീഡിയ വഴി നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു ആഹ്വാനം നടത്തിയത്. നമ്മുടെ കുടുംബങ്ങളിലിരിക്കുന്ന സ്ത്രീകളെ ഓർത്ത് ദയവായി നിങ്ങളുടെ മനസ്സാക്ഷിയെ ഒന്ന് വിലയിരുത്തുക, അതിനുശേഷം വോട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ആവശ്യപ്പെടുന്നതിലൂടെ വാസ്തവത്തിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്താണ് ചെയ്തത്? കൂറുമാറ്റ നിരോധന നിയമം ലംഘിക്കാൻ അംഗങ്ങളെ ആഹ്വാനം ചെയ്യുകയായിരുന്നില്ലേ? അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ അംഗങ്ങൾ, പ്രതിപക്ഷത്തിരിക്കുന്ന അംഗങ്ങൾ കൂറുമാറി സർക്കാരിന് അനുകൂലമായി, സർക്കാർ കൊണ്ടുവന്ന ബില്ലിന് അനുകൂലമായി വോട്ട് ചെയ്ത് അതിനെ വിജയിപ്പിക്കണം. കൂറുമാറണം. കൂറുമാറിക്കഴിഞ്ഞാൽ പറഞ്ഞല്ലോ, അവരുടെ അംഗത്വം നഷ്ടപ്പെടുക. അത് മോദിക്ക് പ്രശ്നമല്ല, BJPക്ക് പ്രശ്നമല്ല. കോൺഗ്രസ്സിലോ തൃണമൂൽ കോൺഗ്രസ്സിലോ അല്ലെങ്കിൽ സമാജ്വാദി പാർട്ടിയിലുള്ള ഏതെങ്കിലും ഒരു അംഗം കൂറുമാറി വോട്ട് ചെയ്ത് അംഗത്വം നഷ്ടപ്പെട്ടാൽ അവർക്കെന്താ? പക്ഷേ ആവശ്യപ്പെട്ടത് അങ്ങനെയാണ്. അതായത് മനസാക്ഷിക്കനുസരിച്ച് വോട്ട് ചെയ്യാൻ, പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചല്ല, നിങ്ങളുടെ മനസാക്ഷി അതെന്താണ് പറയുന്നത് അതനുസരിച്ച് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. അതിന് വ്യവസ്ഥയില്ല. പക്ഷേ പാർലമെൻറ്റിലുള്ള വ്യവസ്ഥ അല്ലെങ്കിൽ രാജ്യത്തുള്ള നിയമം എന്ന് പറയുന്നത്, ഒരു പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ, അത് ലോക്സഭയിലാവട്ടെ, രാജ്യസഭയിലാകട്ടെ, നിയമസഭയിലാവട്ടെ, ആ പാർട്ടി പറയുന്നത് അനുസരിച്ച് വേണം വോട്ട് ചെയ്യാൻ. അങ്ങനെ നിർണായകമായ ഒരു വോട്ടിങ്ങിൻ്റെ സമയത്ത് ആ അംഗം ഹാജരാകാതിരുന്നാൽ പോലും കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പ്രൊവിഷൻസിൽ അത് പെടും. അദ്ദേഹത്തിൻ്റെ അംഗത്വം നഷ്ടപ്പെടും. ഈ ഒരു സാഹചര്യം നിലവിലുള്ളപ്പോഴാണ്, അതെല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്നതായിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയ വഴി ഈ ഒരു ആഹ്വാനം മുന്നോട്ട് വെച്ചത്. പക്ഷേ പ്രതിപക്ഷം അതിൽ വീണില്ല. ഗവൺമെൻറ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ ഭരണഘടനാ ഭേദഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം സ്ത്രീകൾക്ക് 2029 മുതൽ 33% സംവരണം നൽകുക എന്നുള്ളതാണെന്നാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാം, ഇതിൻ്റെ പിന്നിൽ മറ്റൊരു രാഷ്ട്രീയ ഗൂഢോദ്ദേശമുണ്ടെന്ന് രാജ്യത്തിന് മുഴുവൻ അറിയാവുന്ന കാര്യമാണ്. BJPക്കാരോട് എല്ലാവരും അത് മനസ്സിലാക്കിയ കാര്യമാണ്. അതായത് ഈ ഒരു നിയമത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് മറ്റൊരു നിയമം ഭേദഗതി പാസ്സാക്കിയെടുക്കണം. അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളെ പുനർനിർണ്ണയിക്കണം, അതിൻ്റെ അതിരുകൾ പുനർനിശ്ചയിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ വടക്കേ ഇന്ത്യയിലെ വലിയ തോതിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം കൂടും. അതേസമയം തെക്കേ ഇന്ത്യയിൽ അത് സംഭവിക്കുകയുമില്ല, ചിലപ്പോൾ അത് കുറയാനാണ് സാധ്യത. ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചപ്പോഴൊക്കെ അമിത്ഷാ പറഞ്ഞത്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി, അദ്ദേഹം പറഞ്ഞത് ഓരോ സംസ്ഥാനത്തും ഇപ്പോഴുള്ളതിൻ്റെ 50% സീറ്റ് കൂടുമെന്നാണ്. പക്ഷേ ബില്ല് മുഴുവൻ വായിച്ചു നോക്കുമ്പോൾ അങ്ങനൊരു വ്യവസ്ഥ ഇല്ല, അങ്ങനെ പറയുന്നില്ല, വെറുതെ പ്രസംഗിക്കുകയാണ്. ലോക്സഭയിൽ അങ്ങനെ ഒരു വാദം ഉന്നയിക്കുകയാണ്. ഇന്നലെ ഈ ബില്ല് വോട്ടിനിട്ടാൽ തോക്കും എന്നായപ്പോൾ അമിത്ഷാ പറഞ്ഞു മറുപടി പ്രസംഗത്തിൽ, എനിക്കൊരു 1 മണിക്കൂർ തരൂ, 1 മണിക്കൂർ ഈ സഭയിൽ നിർത്തിവെച്ചാൽ
ഓരോ സംസ്ഥാനത്തെയും ഇപ്പോഴുള്ള സീറ്റുകളുടെ 50% വർദ്ധിപ്പിക്കുക എന്നത് സംബന്ധിച്ച് ഒരു ഭേദഗതി കൊണ്ടുവരാമെന്ന് ആലോചിച്ച് നോക്കി. ആത്മാർത്ഥമായിട്ട് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ, അതാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ബില്ലിൽ അത് ചേർത്താൽ മതിയല്ലോ. ഒരു വരി, ഒരു വാചകം എഴുതി ചേർത്താൽ മതിയല്ലോ. അപ്പോൾ ഉദ്ദേശവും ലക്ഷ്യവും ഇതായിരുന്നില്ല. ഈ വനിതാ സംവരണ ഭേദഗതി നിയമം പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും ലോകസഭാ സീറ്റുകളുടെ എണ്ണം 850 മാറ്റണം. അത് ഉത്തരേന്ത്യയിൽ കൂടണം. ഉത്തരേന്ത്യയിൽ BJPക്ക് കൂടുതൽ ശക്തമായ ബേസ് ഉള്ളതുകൊണ്ട് അടുത്ത 2029 തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും ജയിച്ചു വരാം. അതായിരുന്നു ലക്ഷ്യം. അത് പ്രതിപക്ഷം മനസ്സിലാക്കി കൃത്യമായിട്ട് കരുക്കൾ നീക്കി അവരുടെ ബഹുഭൂരിപക്ഷം അംഗങ്ങൾ വന്ന് എതിർത്തോ വോട്ട് ചെയ്തു. ഈ ബില്ല് പരാജയപ്പെട്ടു. ഭേദഗതി ബില്ല് പരാജയപ്പെട്ടു. ഇത് സംബന്ധിച്ച് മാതൃഭൂമി ദിനപത്രം കൊടുത്ത ഒരു ശീർഷകം സർക്കാരിൻ്റെ ബില്ലൊടിഞ്ഞു എന്നായിരുന്നു. നമ്മുടെ BJP നേതാക്കളുടെ മട്ടും ഭാവവും കണ്ടാൽ, അവരുടെ ശരീരഭാഷയൊന്ന് ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ച് ഈ പാർലമെൻറ്റിൽ, ലോക്സഭയിലാവട്ടെ രാജ്യസഭയിലാവട്ടെ, അവരുടെ രീതികൾ, പ്രവർത്തന ശൈലി പരിശോധിക്കുകയാണെങ്കിൽ ഇവരെയൊക്കെ കഴിഞ്ഞ് മറ്റ് ബുദ്ധിമാന്മാരാരും ഈ രാജ്യത്തില്ല എന്നങ്ങ് തോന്നിപ്പോവും. രാഹുൽ ഗാന്ധി അടക്കമുള്ളവരെ പരിഹസിക്കുക, അവരെ അനുകരിക്കുക, മിമിക് ചെയ്യുക, ഇതൊക്കെ അവരുടെ വലിയ സാമർഥ്യങ്ങളിൽപ്പെടുന്ന ചില കാര്യങ്ങളാണ്. അവർക്ക് എന്തും പറയാം, ആർക്കെതിരെയും എന്ത് ആക്ഷേപങ്ങളും ഉന്നയിക്കാം. അതൊക്കെയാണ് ഇവർ കരുതി വച്ചിരിക്കുന്നത്. BJPക്ക് അതിനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതേസമയം രാഹുൽ ഗാന്ധിയെ സംസാരിക്കാൻ സഭയിൽ അനുവദിക്കില്ല. കാരണം അദ്ദേഹം ധൈര്യമായിട്ട് മോദിയെ വിമർശിക്കും. മോദിയുടെ തെറ്റുകൾ, കുറ്റങ്ങൾ എണ്ണിപ്പറയും. എന്തുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് ഇപ്പോഴുള്ളതുപോലെ ഒരു വ്യാപാര കരാറിൽ ഏർപ്പെട്ടത് എന്ന് അദ്ദേഹം പറയും. ചില രഹസ്യ ഫയലുകളിൽ മോദിയുടെ പേരുണ്ടെന്നുള്ളത് യാതൊരു മടിയും കൂടാതെ അദ്ദേഹം സഭയിൽ അങ്ങ് സംസാരിക്കും. അപ്പോൾ അദ്ദേഹം സംസാരിക്കാൻ സമ്മതിക്കില്ല. അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അത് രാജ്യത്തിനെതിരായിട്ടുള്ള വിമർശനം, സൈന്യത്തിനെതിരായിട്ടുള്ള വിമർശനം, അല്ലെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ ആക്ഷേപിക്കുന്നതാണ്. ആ രീതിയിൽ അങ്ങോട്ട് വ്യാഖ്യാനിക്കും. അത്തരത്തിലുള്ള നറേറ്റീവ് കൊണ്ടുവരും. പക്ഷേ BJPക്കാർക്ക് എന്തും പറയാം, എന്തും പ്രസംഗിക്കാം. അതീവ ബുദ്ധിശാലികളാണെന്നാണ് ഇവരുടെ ഒരു ഭാവം. പക്ഷേ അങ്ങനെയൊന്നും അല്ല എന്ന് തെളിയിച്ചൊരു ദിവസമായിരുന്നു ഇന്നലെ, അതായത് വെള്ളിയാഴ്ച. പല കണക്ക് കൂട്ടലുകളോടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ ബില്ല് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. ഒന്ന്, പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യഘട്ടം വോട്ടെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അപ്പോൾ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് 33% സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ബില്ലിനെതിരായിട്ട് പ്രതിപക്ഷം നിലപാടെടുക്കുകയും സഭയിൽ അതിനെ തോൽപ്പിക്കുകയും ചെയ്താൽ തമിഴ്നാട്ടിലെയും പശ്ചിമ ബംഗാളിലെയും സ്ത്രീകൾ, വനിതകൾ കോപാകുലരായിട്ട് DMKയ്ക്കും തൃണമൂൽ കോൺഗ്രസിനും ഒക്കെ എതിരായിട്ട് അങ്ങ് വോട്ട് ചെയ്യും. ഈ രണ്ട് സംസ്ഥാനങ്ങളിലും BJPക്ക് അധികാരത്തിൽ വരാമെന്നൊരു കണക്ക് കൂട്ടൽ നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത്, ഈ രണ്ട് സംസ്ഥാനങ്ങളിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയ്ക്ക് ഈ ബില്ല് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ ആ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അവിടുത്തെ ഭരണകക്ഷി MPമാർക്ക്, തൃണമൂൽ കോൺഗ്രസിൻ്റെയും DMKയുടെയും MPമാർക്ക് സഭയിൽ ഹാജരായി അതിനെതിരെ വോട്ട് ചെയ്യാനുള്ള ഒരു സൗകര്യവും സാഹചര്യവും ഇല്ലാതാകും എന്നവരങ്ങ് കണക്ക് കൂട്ടി. അതുകൊണ്ടാണ് ഇപ്പോഴ് ഈ വിൻ്റർ സമ്മേളനം അവസാനിച്ചതിന് ശേഷവും തിരക്ക് പിടിച്ച് ഈ ബില്ലുകൾ, ബന്ധപ്പെട്ട ബില്ലുകൾ കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കാൻ BJP ശ്രമിച്ചത്, അല്ലെങ്കിൽ സർക്കാർ ശ്രമിച്ചത്. മൂന്നാമത് ഒരു കണക്ക് കൂടെ അവരുടെ കൈവശം ഉണ്ടായിരുന്നു. അതായത് ജനസംഖ്യ അടിസ്ഥാനത്തിൽ ലോക്സഭാ മണ്ഡലങ്ങൾ പുനർനിർണയം നടത്തുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഉണ്ടാവാൻ പോകുന്നത് UPയിലാണ്. UPയിലെ പ്രധാന പ്രതിപക്ഷ കക്ഷിയാണ് സമാജ്വാദി പാർട്ടി. അത്തരമൊരു സാഹചര്യം UPയിൽ സൃഷ്ടിക്കപ്പെടുമ്പോൾ അതിനെ എതിർക്കാൻ സമാജ്വാദി പാർട്ടി തയ്യാറാവുകയില്ല. അവർ പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയില്ല. അവർ ഈ ഭേദഗതി ബില്ലിനെ അനുകൂലിക്കും. അതായിരുന്നു BJPയിലെ ബുദ്ധി കേന്ദ്രങ്ങളുടെ ഒരു കണക്കുകൂട്ടൽ. അവരെ ഒന്ന് മെരുക്കുന്നതിന്, വഴിക്ക് കൊണ്ടുവരുന്നതിന് വലിയ ശ്രമങ്ങളൊക്കെ നടത്തി. നമ്മുടെ പാർലമെൻ്ററി അഫയേഴ്സ് മന്ത്രി കിരൺ റിജ്ജു മിനിഞ്ഞാന്ന്, അതായത് വ്യാഴാഴ്ച 3 തവണയാണ് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവുമായിട്ട് സംസാരിച്ചത്. എന്തൊക്കെ ഓഫർ കൊടുത്തു, എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് നൽകിയത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. പക്ഷേ അഖിലേഷ് യാദവിനെ പോലുള്ള ഒരു ചുണക്കുട്ടിയുടെ അടുത്ത് അതൊന്നും ഓടിയില്ല കേട്ടോ. ഇവരുടെ വാഗ്ദാനങ്ങളോ അല്ലെങ്കിൽ പ്രലോഭനങ്ങളോ അല്ലെങ്കിൽ വാദഗതികളോ ഒന്നും അവിടെ വിലപ്പോയില്ല. സമാജ്വാദി പാർട്ടിയും മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടത്തിൽ നിൽക്കുക തന്നെ ചെയ്തു. അങ്ങനെ ഇത്തരത്തിലുള്ള കണക്കുകൂട്ടലുകളുടെ അടിസ്ഥാനത്തിലാണ് പെട്ടെന്ന് ഈ ബില്ലുകൾ കൊണ്ടുവന്ന് പാസ്സാക്കിയെടുക്കാൻ അവർ ശ്രമിച്ചത്. പക്ഷേ ബില്ലുകൾ പരാജയപ്പെട്ടു. സർക്കാരിൻ്റെ ബില്ലൊടിഞ്ഞു. ഇതോടെ BJPയുടെ ഔദ്ധത്യത്തിനേറ്റ ഒരു കനത്ത അടിയായിരുന്നു വെള്ളിയാഴ്ച ലോക്സഭയിൽ സംഭവിച്ചത്. അവരൊരിക്കലും ഇത് പ്രതീക്ഷിച്ചതല്ല. മോഡി ഒരു അപരാജിതനാണെന്നാണ് അവരൊക്കെ കരുതി വച്ചിരുന്നത്. മോഡി ഒരു കാര്യം തീരുമാനിച്ചാൽ
അതിൻ്റെ കൂട്ടത്തിൽ അമിത്ഷയും രാജ്നാഥ് സിംഗും ഒക്കെ അങ്ങോട്ട് നിന്നാൽ പിന്നീട് RSSൻ്റെ പിൻബലം ഉണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നതൊക്കെ നടത്തിയെടുക്കാം, ഏത് ഭേദഗതിയും പാസ്സാക്കിയെടുക്കാം എന്നൊക്കെയാണ് അവർ കരുതിപ്പോയത്. പക്ഷേ BJP സർക്കാരിൻ്റെ പല്ലിന് ആ പഴയ ശൗര്യമൊന്നുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലായത്. അതുമാത്രമല്ല, ഈ സർക്കാർ BJP സർക്കാർ വെറും ഒരു ന്യൂനപക്ഷ സർക്കാരാണെന്ന് ഇന്നലെ തെളിയുകയും ചെയ്തു. 2 സഖ്യകക്ഷികളുടെ വോട്ടിൻ്റെ ബലത്തിലാണ്, അല്ലെ പിന്തുണയുടെ ബലത്തിലാണ് ഇപ്പോഴാ ഗവൺമെൻറ് നിലനിൽക്കുന്നത്, TDPയുടെയും JDUവിൻ്റെയും. പക്ഷേ BJP വിചാരിച്ചു വെച്ചിരിക്കുന്ന അവരെല്ലാറ്റിനും മേലെയാണെന്നാണ്. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ജനസംഖ്യാടിസ്ഥാനത്തിലുള്ള മണ്ഡല പുനർനിർണയം ഏറ്റവും കൂടുതൽ ബാധിക്കുക തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെയാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തുള്ള ഒരു പാർട്ടിയായ TDPയുടെ പിന്തുണയോടുകൂടിയാണ് മോഡി ഇപ്പോൾ ഭരിക്കുന്നത്. അവർ പിന്തുണ വെല്ലുവിളിച്ചാൽ തന്നെ കാര്യങ്ങളെല്ലാം കുഴപ്പത്തിലാവും. എന്നിട്ട് പോലും ഒരു തെക്കേ ഇന്ത്യൻ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് ഭരിക്കുന്നത് എന്ന് അറിയാമായിരുന്നിട്ടും ദക്ഷിണേന്ത്യക്കാർക്ക് ദോഷം വരുത്തുന്ന ഒരു ബില്ലുമായിട്ട് ഈ സർക്കാർ വന്നത്, അതിൻ്റെ പിന്നിലുള്ള അവരുടെ അഹങ്കാരം, TDP അല്ല മറ്റാരെയും ഞങ്ങൾ വകവെക്കില്ല എന്നുള്ളൊരു വിചാരം, അതും കൂടിയാണ് നമ്മൾ ഈ ബില്ല് അവതരണത്തിലൂടെ കണ്ടത്. പക്ഷേ രാജ്യത്തിൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി, പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നിന്ന് ആ നീക്കം പരാജയപ്പെടുകയും ചെയ്തു. വോട്ടെടുപ്പ് നടന്നാൽ തോൽക്കും എന്ന് മനസ്സിലായപ്പോൾ വേണമെങ്കിൽ അവർക്ക് ആ ബില്ല് പിൻവലിക്കാമായിരുന്നു. പക്ഷേ അവർ മറ്റൊരു കണക്കൂട്ടലാണ് നടത്തിയത്. അതായത് ഞങ്ങളിതാ 2029 തന്നെ വനിതാ സംവരണം നടപ്പാക്കാനുള്ള ഒരു നിയമനിർമ്മാണവുമായി, ഒരു ഭേദഗതിയുമായി വന്നു. പക്ഷേ കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ സഖ്യം അതിനെ അട്ടിമറിച്ചു, പരാജയപ്പെടുത്തി എന്ന് ഇനി അവർക്ക് പശ്ചിമ ബംഗാളിലെയും തമിഴ്നാട്ടിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കൊട്ടിഘോഷിക്കാം, വലിയ തോതിൽ പ്രചാരണം നടത്താം. അപ്പോൾ സ്ത്രീകളുടെയൊക്കെ അനുഭാവം കിട്ടും, അവരുടെ വോട്ട് കിട്ടും, അങ്ങനെ ഈ 2 സംസ്ഥാനങ്ങളിൽ ജയിച്ചു വരാം. ഇതാണ് ഇവർ കണക്ക് കൂട്ടുന്നത്. പറഞ്ഞില്ലേ, ഭയങ്കര ബുദ്ധിമാന്മാരാണ്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ വാസ്തവത്തിൽ ബംഗാളിൽ എന്താ നടക്കുന്നത്? മമതാ ബാനർജി ഇപ്പോൾ തന്നെ അവരുടെ തൃണമൂൽ കോൺഗ്രസ് എണ്ണി 33% സ്ത്രീകളെ സ്ഥാനാർത്ഥികളാക്കിയിരിക്കുക. അതാണ് അവരുടെ രീതി. നിയമം പാസ്സായതുമില്ലെങ്കിലും 33% സ്ഥാനാർത്ഥികൾ അവരുടേത് വനിതകളാണ്. അതുതന്നെ തമിഴ്നാട്, അവരെ സംബന്ധിച്ചിടത്തോളം ഉത്തരേന്ത്യൻ മേധാവിത്വം തമിഴ്നാട്ടിൽ അടിച്ചേൽപ്പിക്കാനുള്ള ഏതൊരു ശ്രമത്തെയും പരാജയപ്പെടുത്തുക, തോൽപ്പിക്കുക എന്നുള്ളതാണ് അവർക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം. വനിതാ സംവരണത്തെക്കാൾ ഒരിക്കലും തോറ്റുകൊടുക്കയില്ല എന്നുള്ളൊരു DMKയുടെ ചിന്ത, അതിലൂടെ ഉയർന്നു വരുന്ന ഒരു ദ്രാവിഡ വികാരം. ഈ 2 സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങളിൽ ഈ പ്രചരണം ഏൽക്കാൻ പോകുന്നില്ല. സ്ത്രീകൾക്കുള്ള സംവരണം അട്ടിമറിച്ചത് DMKയും TMC തൃണമൂൽ കോൺഗ്രസും അടങ്ങുന്ന ഇന്ത്യ സഖ്യമാണ്, അല്ലെങ്കിൽ പ്രതിപക്ഷമാണ് എന്ന പ്രചാരണം. പറഞ്ഞല്ലോ, BJPക്ക് ഒരു വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. മോദി അധികാരത്തിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഭരണഘടനാ ഭേദഗതി നീക്കം പരാജയപ്പെടുന്നത്. അവർ കാശ്മീരിൻ്റെ പ്രത്യേക പദവികൾ എടുത്തു കളഞ്ഞു, പൗരത്വ ഭേദഗതി ബില്ല് പാസ്സാക്കി. പക്ഷേ അവരുടെ കയ്യിൽ ഇനിയും അജണ്ടകളുണ്ട്. ഏകീകൃത സിവിൽ കോഡ്, അതുപോലെ തന്നെ 1 നേഷൻ 1 ഇലക്ഷൻ, അതായത് ഒരേ സമയത്ത് ലോക്സഭയിലേക്കും അസംബ്ലി നിയോജക മണ്ഡലങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് നടത്തുക. ഇതൊക്കെ അവരുടെ മുൻപിലുള്ള അജണ്ടകളാണ്. ഇതൊക്കെ നടത്തിയെടുക്കണമെങ്കിൽ ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ കൊണ്ടുവന്ന് പാസ്സാക്കണം. അത് ഈ സഭയിൽ സാധിക്കില്ല എന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ്. അവിടെയാണ് BJP സർക്കാരിൻ്റെ ഒരു ദൗർബല്യം തെളിഞ്ഞു വരുന്നത്, മറനീക്കി പുറത്ത് നമ്മൾ കാണാൻ പോകുന്നത്. ഇതൊരു സൂചനയാണ്, ഭാവിയിലേക്കുള്ള BJPക്കുള്ളൊരു സൂചന, ഒരു മുന്നറിയിപ്പാണ്. ഏകീകൃത സിവിൽ കോഡ് അല്ലെങ്കിൽ 1 നേഷൻ 1 ഇലക്ഷനൊക്കെ ആയിട്ട് വന്നാൽ പ്രതിപക്ഷം ഒന്നിച്ചു നിന്ന് അതിനെ എതിർത്ത് തോൽപ്പിക്കും എന്നുള്ള ഒരു സൂചന. അതേസമയം ഇന്ത്യ സഖ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും കരുതിയത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അതില്ലാതാകുമെന്നാണ്. പലപ്പോഴും ആ സഖ്യത്തിൽ ഭിന്നതകൾ ഉടലെടുത്തിട്ടുണ്ട്, ഐക്യമില്ലായ്മ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരാവശ്യം വന്നപ്പോൾ, എല്ലാ പ്രതിപക്ഷ കക്ഷികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നം വന്നപ്പോൾ അവരൊന്നിച്ചു നിന്നു. തൃണമൂൽ കോൺഗ്രസിന് മുമ്പിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അതായത് അവിടെ വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടക്കുമ്പോൾ MP-മാരെ ഡൽഹിയിലേക്ക് അയക്കാൻ പറ്റുമോ, അയക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ രാഹുൽ ഗാന്ധി തന്നെ ഇടപെട്ടു. അദ്ദേഹം TMCയുടെ നേതാക്കളുമായിട്ട് സംസാരിച്ചു. അവരുടെ അംഗങ്ങളെല്ലാം ഡൽഹിയിലെത്തി ഈ ബില്ലിനെതിരായിട്ട് വോട്ട് ചെയ്തു. അങ്ങനെ ഇന്ത്യ സഖ്യത്തിൻ്റെ ഐക്യത്തിൻ്റെ ഒരു തെളിവ് കൂടിയായി വെള്ളിയാഴ്ച നടന്ന വോട്ടെടുപ്പ്. ഈ ചർച്ചകളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് വളരെ നാടകീയമായ മറ്റൊരു സംഭവം അരങ്ങേറി. അതെല്ലാവരും അങ്ങനെ ശ്രദ്ധിച്ചില്ല. വ്യാഴാഴ്ച രാത്രി ഒരു വിജ്ഞാപനം പുറത്തിറങ്ങുന്നു, കേന്ദ്ര സർക്കാരിൻ്റെ ഒരു വിജ്ഞാപനം.
അതായത് 2023 സെപ്റ്റംബറിൽ പാർലമെൻറ്റ് അംഗീകരിച്ച വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ വരുത്തിക്കൊണ്ടുള്ള ഒരു വിജ്ഞാപനം. അതായത് ആ നിയമം പാസ്സാക്കിയിട്ട് ഏതാണ്ട് 3 വർഷം കഴിഞ്ഞിട്ടും അത് പ്രാബല്യത്തിൽ വന്നിരുന്നില്ല, പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്നില്ല കേന്ദ്ര സർക്കാർ. ഒന്നാലോചിച്ച് നോക്കി. 3 വർഷത്തിന് ശേഷം ഈ വ്യാഴാഴ്ച രാത്രിയാണ് അത് സംബന്ധിച്ച വിജ്ഞാപനം പുറത്തിറങ്ങുന്നത്. നാരീശക്തിക്ക് വേണ്ടി, സ്ത്രീ സംവരണത്തിന് വേണ്ടി, അവരുടെ തുല്യതയ്ക്ക് വേണ്ടി വലിയ ഉച്ചത്തിൽ സംസാരിക്കുന്ന ഒരു പാർട്ടിയുടെ ഗവൺമെൻറ്റിൻ്റെ കാര്യമായി പറയുന്നത്. ഒരിക്കൽ എല്ലാവരും കൂടി ചേർന്ന് പാസ്സാക്കി കൊടുത്ത ഒരു നിയമം ലോക്സഭയിൽ 543-ൽ 2 അംഗങ്ങളാണ് അതിനെ എതിർത്തത്. രാജ്യസഭ ഏകകണ്ഠമായിട്ടാണ് പാസ്സാക്കിയത്. ആ ഒരു നിയമത്തിൻ്റെ അവസ്ഥ, സ്ത്രീകൾക്ക് സംവരണം കൊടുക്കാനുള്ള ബില്ലിൻ്റെ അല്ലെങ്കിൽ അത് പാസ്സായപ്പോൾ ഉണ്ടായ നിയമത്തിൻ്റെ അവസ്ഥ, അതിന് നിയമപ്രാബല്യം നൽകിയിരുന്നില്ല എന്ന് കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടാണ് തിരക്കിട്ട് നാടകീയമായിട്ട് ഈ നിയമത്തിന് നിയമപ്രാബല്യം നൽകിയത്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ് സ്ത്രീകളുടെ സംവരണത്തിൻ്റെ കാര്യത്തിൽ BJPക്കുള്ള ആത്മാർത്ഥത, പ്രതിബദ്ധത.